ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു ആർ സ്റ്റോറീസ്. അപ്പോൾ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് കാണാം. എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടല്ല, ഒരു ദിവസത്തെ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടല്ല, കുഞ്ഞു കുഞ്ഞു ഷോർട്സ് മാത്രമാണ് കേട്ടോ ആഡ് ചെയ്തേക്കുന്നത്. ഇതിപ്പോൾ എഴുന്നേൽക്കുന്നത് രാവിലെ 9:40 കേട്ടോ സമയം വന്നിട്ട്. രാത്രി കുറച്ചധികം പണികൾ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. അപ്പോൾ കിടന്നുറങ്ങാനായിട്ട് ഇച്ചിരി ലേറ്റായി. ഇച്ചിരി എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഏറെ ലേറ്റായി. ചെയ്ത് തീർത്തിട്ട് അത് അവിടെ തന്നെ ഇട്ടിട്ട് കിടന്നുറങ്ങിയതിൻ്റെ പാടാട്ടോ ഈ കാണുന്ന ബെഡിൽ ഫുള്ള്. കുഴപ്പമില്ല, നമുക്ക് ക്ലീൻ ചെയ്യാം. രാവിലെ എനിക്കൊന്ന് ഞാൻ എന്നും 6:30 അലാറം വയ്ക്കുന്ന ഒരാളാണ്. 6:30 അലാറം വച്ചാലും ഞാൻ ആക്ച്വലി എണീക്കാറില്ല. ആ അലാറം കേട്ടിട്ട് ഞാൻ ഓഫ് ചെയ്ത് കിടന്നുറങ്ങും. നെക്സ്റ്റ് അലാറം ഇല്ലാണ്ട് എണീക്കുക ചെയ്യുന്നത്. ഈ 6:30 ആയി എന്ന് അറിയാൻ വേണ്ടി വയ്ക്കുന്ന അലാറമാണ് 6:30യുടെ അലാറം. പിന്നെ ഞാനൊന്ന് എഴുന്നേറ്റു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു മോർണിംഗ് പേഴ്സണേ അല്ല. എനിക്ക് 12-1 മണി വരെ ഉറങ്ങാൻ പറ്റിയ അത്രയും സുഖമെന്ന് വിചാരിക്കുന്ന ഒരാളാട്ടോ ഞാൻ. നല്ലതേ അല്ല. ബട്ട് അതേസമയം എനിക്ക് വേണമെങ്കിൽ നൈറ്റ് എത്ര മണി വരെ വേണമെങ്കിലും എഴുന്നേറ്റിരിക്കാൻ പറ്റും. എൻ്റെ കാര്യങ്ങൾ, എനിക്ക് ചെയ്യാനുള്ള വർക്കുകളായാലും കാര്യങ്ങളായാലും ഒക്കെ എനിക്ക് ചെയ്ത് തീർക്കാൻ നൈറ്റ് എത്ര ടൈം വേണമെങ്കിലും ഞാനിരിക്കും. പക്ഷേ എനിക്ക് മോർണിംഗ് അതുപോലെ ഇരിക്കാൻ ഭയങ്കര പാടാണ്. അങ്ങനെ ഞാൻ എണീറ്റ് ഉടനെ വിൻഡോസൊക്കെ തുറന്നിട്ടു കേട്ടോ. ഞാൻ എണീറ്റ് ഉടനെ വിൻഡോസൊക്കെ തുറന്നിടും. രാഹു കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ വിൻഡോസ് തുറന്ന് ഇടാത്തത്. രാഹു ഇന്നലെ ഞാൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് രാഹു അപ്പുറത്തെ റൂമിലാട്ടോ കിടന്നുറങ്ങിയത്. അപ്പോൾ രാഹു ഇന്ന് റൂമിലില്ല. സോ ഞാൻ എണീറ്റ് ഉടനെ വിൻഡോസെല്ലാം തുറന്നിട്ടു. രാഹുവിനാണെങ്കിൽ വിൻഡോസൊന്നും തുറന്നിടുന്നതേ ഇഷ്ടമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിൻഡോസ് തുറന്നിടുന്നതെന്ന് വെച്ചാൽ നമ്മൾ കിടന്നുറങ്ങി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ റൂമിൽ എപ്പോഴും ക്ലോസ്ഡ് ആണെങ്കിൽ ഒരു സ്മെല്ല് കാണും. പിന്നെ അത് പോവാനും തുറന്ന് ഇടുമ്പോഴത്തേക്ക് നല്ല കാറ്റകത്തോട്ട് കയറുമല്ലോ, അതിനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ കാറ്റും വെളിച്ചമൊക്കെ കയറാനായിട്ട്. അതാണെങ്കിൽ രാഹുവിന് ഇഷ്ടമില്ല. അതുകൊണ്ട് രാഹു എണീറ്റ് പോയാൽ മാത്രമേ ഞാൻ അത് ചെയ്യാറുള്ളൂ. പിന്നെ ഞാൻ അവിടെ കിടന്ന സാമഗ്രികളെല്ലാം അടുക്കി വെച്ച കേട്ടോ. ഇതിപ്പോൾ വീണ്ടും ഒരു 1-2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ബെഡിൽ നിരക്കും. എനിക്ക് ബെഡിൽ ഇരുന്ന് ചെയ്യാനാണ് കുറച്ചുകൂടെ കംഫർട്ട്. ടേബിളുണ്ട്, ചെയ്യാൻ ടേബിളുണ്ട്. ബട്ട് ബെഡിലിരുന്നും കിടന്നും ഒക്കെ ചെയ്ത് ഞാൻ കിടന്നുറങ്ങും. പിന്നെ വീണ്ടും എനിക്ക് ബാക്കി ചെയ്യും. അങ്ങനെയൊക്കെയാണ്. ഇത് ഞാൻ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലെ വീഡിയോ ആണ് കേട്ടോ, അതാണ് ഞാൻ പറയുന്നത്. അങ്ങനെ പിന്നെ ബെഡ്ഷീറ്റെല്ലാം വിരിച്ച് ബെഡൊക്കെ സെറ്റ് ചെയ്ത് വീണ്ടും രാത്രി കിടന്നുറങ്ങാൻ പറ്റുന്ന രീതിയിലാക്കുന്നുണ്ട്. വെറുതെ ആണ് കേട്ടോ, ഞാൻ ഈ സെറ്റ് ചെയ്യുന്നതൊക്കെ വെറുതെയാണ്. എല്ലാവരും പറയും ബെഡ് സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കതിനകത്ത് കയറി കിടന്ന് കുളമാക്കാൻ തോന്നില്ല, അതുകൊണ്ട് രാവിലെ കിടന്നുറങ്ങില്ല എന്നൊക്കെ. എനിക്കങ്ങനെയൊന്നുമില്ല. എനിക്ക് ബെഡ് വിരിച്ചാലും വിരിച്ചില്ലെങ്കിലും ഒക്കെ എനിക്ക് കയറി കിടന്നുറങ്ങാൻ തോന്നും. എനിക്ക് ഉറക്കം ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഞാനൊരു ഉറക്കപ്പിശാചാണ്. എനിക്ക് എന്നെ ശല്യപ്പെടുത്തിയില്ല എങ്കിൽ എനിക്ക് എത്ര നേരം വേണമെങ്കിലും ഉറങ്ങാൻ പറ്റും. അതാണ് സംഭവം. അത് കഴിഞ്ഞിട്ട് ഞാൻ വന്ന് മുടിയൊക്കെ ഒന്ന് കെട്ടി വയ്ക്കുക കേട്ടോ. മുടി കട്ട് ചെയ്തതിന് ശേഷം കെട്ടിവെക്കുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക്കുള്ള പരിപാടിയാണ്. ഇരിക്കത്തില്ല, മുഖത്തൂടെയൊക്കെ വന്ന് വീഴും. എനിക്കാണെങ്കിൽ ഇത് മുഖത്തൂടി കിടക്കുന്ന പോലെ ഒരു ഭ്രാന്ത് വേറൊന്നുമില്ല. എനിക്കിഷ്ടമില്ല. എനിക്കിങ്ങനെ മൂക്കിലൊക്കെ വന്ന് മുടി തട്ടുന്നത് എനിക്ക് ഒട്ടുമേ ഇഷ്ടമില്ല. ഭയങ്കര ഇറിറ്റേഷനാണ്. പിന്നെ മുടി വെട്ടിയതിന് ശേഷം നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ജസ്റ്റ് എങ്ങനെയാണോ കിടക്കുന്നത് അങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിച്ചാൽ, ഇല്ലാത്ത മുടിയെ പിടിച്ച് കെട്ടി വെച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനമില്ല. എനിക്കിങ്ങനെ ബാക്ക് പോണിറ്റയിൽ കെട്ടി അത് ശീലമായിപ്പോയി. സോ അത് കെട്ടാതിരിക്കുമ്പോഴത്തേക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. കാരണം എനിക്ക് മുഖത്തോട് മുടി കിടക്കുന്നത് എനിക്ക് ഇഷ്ടമേ അല്ല. അത് എത്രത്തോളം എനിക്ക് നിങ്ങളെ കൺവിൻസ് ചെയ്ത് പറഞ്ഞു തരാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഇപ്പം എല്ലാവരും ഓപ്പൺ ഹെയർ ഒക്കെ ചെയ്യുന്നവരാ, മുടിയൊക്കെ അഴിച്ചിട്ട് നടക്കാൻ ഇഷ്ടമുള്ളവരാ. ബട്ട് എന്നെ കൊണ്ട് പറ്റത്തില്ല. ആ കാര്യം ഞാൻ ഹെയർ കട്ടോടുകൂടി മനസ്സിലാക്കിയിരിക്കുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് രാവിലെ വന്ന് ഫ്രണ്ട് ഡോറ് തുറന്ന് കേട്ടോ. ഡോറ് തുറന്ന് പുറത്തെ കാഴ്ചയൊക്കെ കണ്ടതിന് ശേഷം വന്ന് ബ്രഷ് ചെയ്യുവാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. നമുക്കിന്ന് ദോശയും ഗ്രീൻ പീസ് കറിയായിരുന്നു കേട്ടോ. എനിക്ക് ഗ്രീൻ പീസ് കറി ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്.
അത് ഏതിൻ്റെ കൂടെ ആണെങ്കിലും എനിക്ക് ഗ്രീൻ പീസ് കറി നല്ല സൂപ്പറായിട്ട് പോവും. നല്ല കോമ്പിനേഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനിയിപ്പം വീശപ്പത്തിൻ്റെ കൂടെ ആയാലും, വീശപ്പം മീൻസ് ഇടിയപ്പത്തിൻ്റെ വലിയ പറയുന്ന സാധനമല്ലേ, അതിൻ്റെ കൂടെ ആയാലും അപ്പത്തിൻ്റെ കൂടെ ആയാലും പുട്ടിൻ്റെ കൂടെ ആയാലും ഒക്കെ നല്ല കോമ്പിനേഷനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചപ്പാത്തി ആണെങ്കിലും പൊറോട്ട ആണെങ്കിലും ഒക്കെ ഞാൻ ഗ്രീൻ പീസ് കറി ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് കഴിക്കും. അത് കഴിഞ്ഞിട്ട് ഞാനൊരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതും കട്ടനും കൂടി വൈകിട്ട് കഴിച്ചു. ഇതിനിടയ്ക്ക് ഉച്ചയ്ക്ക് ഞാൻ കഴിച്ചിട്ടില്ല, ഫുഡ് കഴിച്ചില്ല. അത് കഴിഞ്ഞിട്ട് ഈവനിങ് നമ്മുടെ കുറച്ച് ഫിഷ് ഉണ്ട് നമുക്ക്, ഗപ്പിയും കാർപ്പും. അപ്പോൾ അവർക്കൊക്കെ ഫുഡ് കൊടുക്കാൻ ടൈമായപ്പോഴത്തേക്ക് വന്ന് ഫുഡൊക്കെ കൊടുത്തു. ഗപ്പി ഭയങ്കര കുത്തിമറിച്ചില്ല, ഭയങ്കര കുത്തിമറിച്ചില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇപ്പോൾ ആമ്പൽ നമ്മൾ നട്ടിട്ടുണ്ട്, അപ്പോൾ ആമ്പലിൻ്റെ മണ്ണൊക്കെ അങ്ങോട്ട് ഇളക്കി ഭയങ്കര സീനാണ്. പിന്നെ ഇത് ഗപ്പി. അത്രയേ ഉള്ളൂ വീഡിയോ. ബൈ.